1 ആൻഡ് ലെവൽ 2 DPP. നിങ്ങൾ മനസ്സിലാക്കണം. ലെവൽ 1 DPP എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് JEE മെയിൻ ലെവലായിരിക്കും. JEE മെയിൻ ലെവലായിരിക്കും PYQ. ലെവൽ 2 DPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അഡ്വാൻസ് ലെവൽ പ്രോബ്ലം ആയിരിക്കും. അതായത് ഒരു ടോപ്പിക്കിന് തന്നെ, ഒരു ചാപ്റ്ററിന് തന്നെ 2 സെറ്റ് ഓഫ് DPP ആണ് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നീറ്റിന്റെ മാറ്റം അനുസരിച്ച് തന്നെ. ആദ്യത്തെ ലെവൽ DPP എന്ന് പറഞ്ഞാൽ JEE മെയിനും ഈ പറയുന്ന നീറ്റിന്റെയും ലെവലിലായിരിക്കും. എന്നാൽ രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് JEE അഡ്വാൻസിന്റെ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ആയിരിക്കും അവിടെ വരുന്നത്. അങ്ങനത്തെ 2 ലെവൽ DPP ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടോപ്പിക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ബേസ് ലെവൽ, അത് നിങ്ങൾക്കറിയാം ഓരോ വർഷം അപ്ഡേറ്റ് ചെയ്ത് വരുന്ന 3.0 വേർഷൻ ആണ്, 3ാമത്തെ ഇയറിലെ വേർഷൻ ആണ്. ഈ വർഷം നമ്മൾ മൊത്തം മാറ്റി, വീഡിയോ ക്ലാസ്സിലുള്ളതും അല്ലാതെ ക്ലാസ് റൂമും ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റി, പുതിയ പ്രീവിയസ് ഇയറും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ലെവൽ 1 DPP. അത് കൂടാണ്ട് ലെവൽ 2 കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ലെവൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് മാത്രമുള്ള ഇങ്ങനെ 3 സെറ്റ് ഓഫ് DPP ആണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യമേ മെയിൻസ് ആൻഡ് ഈ പറയുന്ന ഒരു ഡേയിൽ തന്നെ, ഡേ 1 തന്നെ നിങ്ങൾ ഇതാദ്യം ചെയ്യും. ക്ലാസ് റൂമിലും വീഡിയോയുമൊക്കെ അത്രത്തോളം ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഇതിനകത്ത് ഒരു 200 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ചാപ്റ്ററിന് 200 ക്വസ്റ്റ്യൻസ് കേരളത്തിൽ എവിടെയും എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കണം കുട്ടികൾ. അത് കുട്ടികൾക്ക് മനസ്സിലാക്കി റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കുക. അടുത്തത് എന്ന് പറയുന്നത് ആ ഡേയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഒരു 100ഓളം, ആ ചാപ്റ്ററിൽ നിന്ന് മാത്രം 100ഓളം അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസും കിട്ടും. ഇത് രണ്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ ആ NCERT ചാപ്റ്റർ എടുത്ത് വെച്ചാൽ ഓരോ പേജിൽ നിന്നും മിനിമം 6 ചോദ്യം വെച്ചിട്ട് അവിടെ നിന്നും കിട്ടും ഒരു 50 to 100 ക്വസ്റ്റ്യൻസ്. NCERTയിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ്, ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ്. ഇത്രയും ചെയ്യുമ്പോഴാണ് ഒരു ചാപ്റ്റർ നമ്മൾ തീരുക. മനസ്സിലായോ? ഇതാണ് ഈ വർഷത്തെ നമ്മൾ ചേഞ്ചസിനനുസരിച്ച് കൊണ്ടുവന്നിട്ടുള്ള പുതിയ പ്ലാൻ എന്ന് പറയുന്നത്.